നഗരമധ്യേ ശുദ്ധജലം പൊട്ടിയൊഴുകുന്ന ഭാഗമാണ് വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ തിരുനക്കര BSL സമീപമായ പ്രദേശത്തെ ശുദ്ധജലം പൊട്ടിയൊഴുകുന്ന ഭാഗങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഏതാണ്ട് ചേട്ടാ നമസ്കാരം, ഇവിടെയുള്ളതാണോ? ചേട്ടൻ ഈ ശുദ്ധജലം പൊട്ടി ഒഴുകുന്നത് എത്ര കാലമായിട്ടാണ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസക്കാലമായോ? എന്നിട്ട് അത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ അധികാരപ്പെട്ട ആൾക്കാരും ഒരു ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്കാർ ഡെയിലി വന്ന് നോക്കുന്നു, തൂത്തുവാരുന്നു, കാണുന്നു. ഇവരതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുക അല്ലെങ്കിൽ അത് മാറ്റിയിടാനുള്ളത് എന്തുമാത്രം ജനങ്ങൾ നടന്നു പോകുന്നു. ഒരു വണ്ടി കയറിയാൽ തടഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്തോട്ട് ഈ വെള്ളം തെറ്റി വീഴത്തില്ല. ഞങ്ങൾ പല യാത്രക്കാരും പല സ്ഥലത്തും പോകുന്നവരാണ്. ഈ വെള്ളം ഈ വണ്ടി യാത്ര ഞങ്ങൾ മുടങ്ങും. ഈ വിവരം നിങ്ങൾ കൗൺസിലറെ അറിയിക്കുകയും ചെയ്തായിരുന്നു? ഡെയിലി ഇവിടെ നിന്ന് കാണുന്നു, പരിപാടി നടത്തുന്നു. ഈ മൈതാനത്ത് എല്ലാ പരിപാടിയും നടത്തുന്ന ഈ കൗൺസിലർമാരും മെമ്പർമാരും എല്ലാം കാണുന്നു. അവരാരും ഇത് സ്വമേധ കണ്ട് നന്നാക്കാൻ തയ്യാറായിട്ടില്ല. ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അവർ ചെയ്യാത്തത് കൊണ്ടല്ലേ ഇപ്പം ഈ കിടപ്പ് എത്ര ദിവസമായി? എന്തുമാത്രം ഒരു വണ്ടി ഇപ്പം ചാടിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ജനങ്ങളെ വേഗത്തിൽ വെള്ളം തെറിച്ചു വീഴും. തീർച്ചയായിട്ടും നമുക്ക് പറയാം മഴവെള്ളത്തിലാണെന്നുള്ളത്. ചേട്ടൻ്റെ പരാതി ന്യായമായ പരാതിയാണ്. തീർച്ചയായും അധികൃതർ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ അധികൃതർ ശ്രദ്ധയിലെത്തിക്കാം. ചേട്ടാ നമസ്കാരം. ഈ ശുദ്ധജലം പൊട്ടിയൊഴുകുന്നത് പൈപ്പ് പൊട്ടിയൊഴുകി ചേട്ടൻ കാണുന്നില്ലേ? ഉണ്ടല്ലോ. എന്നിട്ട് എന്തേ ഈ നാട്ടുകാരൊന്നും ഇത് അറിയുന്നുമില്ല, അധികൃതരൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലേ? ആരെങ്കിലും ഇതുപോലെ വന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം കുരുക്കുനാടായിക്കോട്ടെ കിടക്കുകയല്ലേ സംഗതികളെല്ലാം. എന്ന് മടുത്തു കഴിയുമ്പോഴല്ലേ ആരോടെങ്കിലും പറയാൻ പറ്റും. അത് ശരി. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഏതാണല്ലോ. പക്ഷേ ഇത് വേണ്ട ഒരാഴ്ചയോ ഒരു മാസം കണ്ടായെന്ന് പറയും, നേരാണോ? നിലവിലുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഇല്ല, ഒരു മാസമായിട്ടുണ്ട്. ഉണ്ടല്ലേ? അത് ശരി. പക്ഷേ നഗരഹൃദയത്തിൽ ഇങ്ങനെ ശുദ്ധജലം പൊട്ടി ഒഴുകുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരാരും കാണുന്നുമില്ല. നിത്യേന ഇതിലെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ ഇവരാരും തന്നെ ഇത് കാണുന്നുമില്ല. ഇത് നന്നാക്കാനൊട്ടും തയ്യാറാവുന്നില്ല എന്നാണ് നിങ്ങളുടെ പരാതി. അത് തന്നെ ആണ്. പല രീതിയിലുള്ള പെരുമാറ്റങ്ങളാണല്ലോ നഗരസഭയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു വരുന്നത് വീടുകളിലെ പൈപ്പ് കണക്ഷനിൽ ബില്ലടയ്ക്കാൻ മുടങ്ങുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് വല്ലതും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനടി നടപടിയെടുക്കാൻ തയ്യാറാകുന്ന അധികൃതർ ഇത്തരം ഹൃദയത്തിൽ ആർക്കും പ്രയോജനമില്ലാതെ ശുദ്ധജലം പാഴാകുന്നതിനെതിരെ ഇതുവരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണോ? അത് ശരി. വളരെ നന്ദിയുണ്ട് ചേട്ടാ, വളരെ നന്ദിയുണ്ട്. പൈപ്പ് പൊട്ടിയൊഴുകുന്ന പ്രദേശമാണ് വീഡിയോയിലൂടെ കാണുന്നത്. ഈ വീഡിയോ പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുന്നതിലൂടെ ഉത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരിൽ നിന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.